അഖിൽ മാരാർ അഥവാ അഖിൽ മാരണം. ബിഗ് ബോസ് എന്നൊരു അലവലാതി പരിപാടി ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് തുറന്നുവിട്ട മാലിന്യം അഥവാ മാരണം. എന്താണ് യോഗ്യതയെന്ന് ചോദിച്ചാൽ ആ ഊള പരിപാടിയുടെ വിന്നറായിരുന്നു. അതിനകത്ത് എന്തായിരുന്നു ഇവന്റെ റോളെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ അലവലാതിത്തനം കാണിക്കുന്നവൻ അതിന്റെ വിന്നറാകും. അങ്ങനെ ഒരു അലവലാതി പട്ടം കിട്ടിയ മഹാൻ ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംഘപരിവാറിന്റെ പിന്തുണ കിട്ടാൻ വേണ്ടി 5 ഡയലോഗ് അടിച്ചു. പണി പാലും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരു കേസെടുത്ത് അങ്ങ് തോളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഫോ പാർക്ക് പോലീസ് എടുത്ത കേസിൽ 2 വർഷം വരെ അകത്ത് കിടന്ന് ഉണ്ട തിന്നാനുള്ള വകുപ്പുണ്ട്. അല്ലെങ്കിലും അതൊക്കെ വേണോന്നേ. എന്താണ് ഇതുപോലുള്ള ഊളകൾ ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വലിയ സാമൂഹ്യ വിരുദ്ധത കാണിക്കുന്നുണ്ട്. ഞാൻ എന്തോ നന്മ മരമാണെന്ന് സ്വയം ധരിച്ചും സ്വയം ചമഞ്ഞ് നടക്കുന്ന ഒരു ഊള. അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇതിനെയൊന്നും പറയാനില്ല. അങ്ങനെയുള്ളൊരു ഊള. ഞാൻ 3 വീട് നിർമ്മിച്ച് നൽകുമത്രേ. എങ്ങനെ? സ്വന്തം പോക്കറ്റിൽ നിന്നാണ്? അതല്ല, എനിക്ക് എൻ്റേതായ കുറേ ആൾക്കാരുണ്ട്. അവരെ പ്രലോഭിപ്പിച്ച് അവരെ കയ്യിരിക്കുന്ന പണം ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് എവിടെ വേണോ 3 വീട് വെച്ച് കൊടുക്കാം. കാര്യം കാറ്റിനൊത്ത് തൂറ്റണമല്ലോ. ഇപ്പോൾ കിട്ടിയ നല്ലൊരു ഒതുക്കി നമ്മുടെ പോക്കറ്റിലാക്കാം. ഈ വിഷയം അങ്ങ് മറക്ക് വിടുമ്പോൾ എൻ്റെ അടുത്ത് ആരും ചോദിക്കാൻ വരില്ലല്ലോ. ഞാനൊരു ഓഡിറ്റബിൾ ആയിട്ടുള്ള ആളല്ലല്ലോ. കിട്ടിയ അവസരത്തിൽ നമ്മൾ ഭേഷ വെട്ടണം. ഏതുപോലെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതരം ഫാൻസ് പേജുകളുണ്ട്. അവർ ചില സന്ദർഭങ്ങളിൽ അരിക്കൊമ്പൻ ഫാൻസ് ആകും. ചില സന്ദർഭങ്ങളിൽ അവർ തന്നെ റോബിൻ ബസ് ഫാൻസ് ആകും. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ യദു ഫാൻസ് ആകും. ഇങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്നവരാണ് ഇവനൊക്കെ പിന്തുണയായിട്ട് പുറകെ നടക്കുന്നത്. കാര്യം ഒരു സംഖ്യയാണ്, അറിയാലോ. പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ ഡെഫിനിഷനൊന്നും വേണ്ടല്ലോ. സ്വയം നന്മമരം ചമയക്കൂ ഞാൻ മിടുക്കനാണെന്നും പറയും. ആര്? ഞാൻ തന്നെ. അങ്ങനെയുള്ള ചില സരോജ് കുമാർമാർ അത്രമാത്രമേ കരുതേണ്ടതുള്ളൂ. വിടുവായത്തരം അടിച്ചിട്ട് കരുതും ഞാൻ ഹീറോ ആയിന്ന്. ഒരു കേസെടുത്ത് തോളി വെച്ചപ്പോൾ തനി സെപ്റ്റിക് ടാങ്ക് മറുതിയുടെ ഡയലോഗ്, മഹാരാജാവ് നീണാൽ വാഴട്ടെ. അടുത്ത കേസ്. അടുത്തതല്ല, വായിലുള്ള എല്ലില്ലാത്ത നാവ് മര്യാദയ്ക്ക് വെച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ വീണ്ടും നിന്റെ ജീവിതം സെൻട്രൽ ജയിലിൽ തന്നെ വാഗ്ദാനമാക്കി മാറ്റപ്പെടും. ഒരു സംശയവും വേണ്ട. ഞാൻ എന്തോ ഇവിടുത്തെ നിയമവ്യവസ്ഥയെക്കാളൊക്കെ മുകളിലാണ്. എനിക്ക് ബിഗ് ബോസിന്റെ വിന്നർ ആയതുകൊണ്ട് എന്തോ പ്രിവിലേജ് ഉണ്ടെന്നാണ് ഈ കെടുതി വിചാരിച്ചിരിക്കുന്നത്. മാരണമെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് തുറന്നുവിട്ട കുറെ മാരണങ്ങൾ സമൂഹത്തിലുണ്ട്. കുറെ കിളിപോയ കേസുകളാണ്. ഇവന്റെയൊക്കെ വിചാരവും ഹുങ്കൊക്കെ കാണുമ്പോൾ തോന്നും എന്തോ വലിയ സംഭവമാണെന്ന്. 4, 3, 7 തലയ്ക്ക് വെളിവിലില്ലാത്ത ഏതെങ്കിലും ഫാൻസുകാരെ കണ്ടുകൊണ്ട് കിടന്ന് തുള്ളുന്ന തുള്ളൽ കണ്ടാൽ തൂക്കിയെടുത്തതിനൊക്കെ അങ്ങ് അകത്തിട്ടൊക്കെയാണ് തോന്നുന്നത്. കാര്യം അതാണ് ഈ സമൂഹത്തിന് നല്ലത്. എന്തായാലും കേസെടുത്ത പോലീസിനെ അഭിനന്ദിക്കുകയാണ്. ഇമാതിരി തോന്നിവാസങ്ങൾ വിളിച്ച് പറയുന്ന ടീംസിനെ, അതായത് പിരിവെടുക്കാൻ വേണ്ടി ഓരോ സാഹചര്യം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ വീട് വെച്ച് നൽകുമത്രേ. പറയുന്നത് കേട്ടാത്തൊന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നു. അതല്ല, എനിക്ക് ആൾക്കാരുണ്ട്, അവരെ ഇപ്പോൾ വിളിച്ച് പിരിവെടുക്കും. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊടുക്കേണ്ട, എൻ്റെ ദുരിതാശ്വാസ നിധി കൊടുത്താൽ ഞാൻ ആകുമ്പോൾ വെട്ടി തിന്നോളാം. ഇതാണ് ഈ ടീംസിന്റെ ഒരു രീതി. അപ്പോൾ ഇതുപോലെ ഡയലോഗ് അടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഏത് മാരണമായിരുന്നാലും ഡയലോഗ് അടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് കരുതരുത്. പലർക്കും ലൈവ് സ്വീകരണങ്ങൾ കിട്ടുന്നുണ്ട്. ലൈവ് സ്വീകരണം കൊടുക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയുള്ള ചില ഉപഹാരപത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപഹാരപത്രവും വാങ്ങി വെച്ചുകൊണ്ട് 3-4 നിക്കറും ഷർട്ടും തച്ച് വെച്ചരെ ജയിലിൽ പോയിരുന്ന് ചിലപ്പോൾ അളവിനുള്ള തുണി കിട്ടിയില്ലെങ്കിലേ ബുദ്ധിമുട്ടുണ്ടാകും. അത്രേ ഇത്തരം മാരണങ്ങളോട് പറയാനുള്ളൂ.